സതീശനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൃത്യമാണ്. പുള്ളി ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ വളരെ കൃത്യമാണ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ശ്രീ ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പുതുപ്പള്ളിയുടെ ആകാശത്ത് നക്ഷത്ര ശോഭയോടെ ഉമ്മൻചാണ്ടി ഉദിച്ചുയർന്നു. മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് മകൻ ചാണ്ടി ഉമ്മന്റെ വിജയം. ചാണ്ടി ഉമ്മൻ 36,667 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ടി തോമസ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ഉമാ തോമസ് തൃക്കാക്കരയിൽ വിജയിച്ചു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഉമാ തോമസ് തൃക്കാക്കരയിൽ വിജയിച്ചു. 27,112 വോട്ടുകളുടെ മിനിന്ത്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. രാഹുലിന്റെ ചരിത്ര വിജയമാണ്. പാലക്കാടിന്റെ UDFന്റെ ഭൂരിപക്ഷം ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം 11,198. വൻ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷം. ഞാൻ വെറുതെ പറയുന്നു, ഉറപ്പടി വലിയ ഭൂരിപക്ഷം ആര്യാട സാറൊക്കെ നിലമ്പൂരിൽ ചെങ്കൊടി താഴുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ ചെങ്കൊടി താഴുന്നു. വടകരയിൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുക തന്നെ ചെയ്യും. ഭൂരിപക്ഷം തന്നെയാണ് ഹൈലൈറ്റ്. ഈ തെരഞ്ഞെടുപ്പിലെ താരമായി ഷാഫി പറമ്പിൽ. വടകര ഒരു വൻകരയാണ് തന്റേത് എന്ന് ഷാഫി പറമ്പിൽ പ്രഖ്യാപിച്ചത്. UDF തരംഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. 100-ലേറെ സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. UDF 100+, 100+. 1 ലക്ഷം മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ലക്ഷം ചിലപ്പോൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ.